എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പിമ്പിൾസും പ്രതിവിധിയുമാണ്. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് പിമ്പിൾസ്, അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ സ്കിന്ന് ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് കൗമാര പ്രായത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ചേഞ്ച് ആവുകയും അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള സുഷിരങ്ങളൊക്കെ കുറച്ച് വലുതാവുകയും ആ സുഷിരങ്ങളിൽ നിന്ന് ഓയിൽ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയില് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ഈ സ്കിന്നിലെ പോറിനകത്ത് അടിഞ്ഞുകൂടി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വെളുത്ത ദ്രാവകം പോലെ അത് പോറിനകത്ത് ഇരിക്കും. അപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ എന്നാ ചെയ്യും, ഈ പോറ് നമ്മുടെ സ്കിന്ന് തന്നെ അതിനെ അടച്ചു വെക്കും. അപ്പൊ അങ്ങനെ അടച്ചു വെക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കുരു പോലെ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും, പുറത്തേക്ക് അത് തള്ളി നിൽക്കും. അപ്പൊ അതിനെയാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ ഇതിനകത്തിരിക്കുന്ന ആ വെള്ളം കുറെ നാൾ അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് പതുക്കെ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും, അതിനകത്ത് ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങും. അങ്ങനെയാണ് അത് പുറത്തേക്ക് കൂടുതൽ തള്ളി വന്ന് പൊട്ടിയ അതിന്റെ ആ വെള്ളവും ഒക്കെ പറ്റി നമുക്ക് കൂടുതൽ നമ്മുടെ മുഖത്തേക്ക് പിമ്പിൾസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം ഉണ്ടാകും. പിന്നെ ഇതുപോലെ തന്നെ ഈ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ചിലപ്പോ സ്കിൻ അതിനെ കവർ ചെയ്യാതിരിക്കുകയും ആ വെളുത്ത ദ്രാവകത്തിലേക്ക് വെയിലും പൊടിയും വായുവും എല്ലാം അടിച്ച് അത് കറുത്തതായിട്ട് മാറുകയും അത് പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നമ്മൾ കറക്റ്റായ സമയത്ത് കൃത്യമായി തന്നെ അതിനെ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കൂടുതൽ കുരുക്കൾ ഉണ്ടാവാനും കൂടുതൽ പാടായി മാറാനും കൂടുതൽ മുഖത്ത് കുഴികൾ ഉണ്ടാകാനും ഒക്കെ അത് കാരണമായി മാറും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകുന്നേരവും മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിനെ മാറ്റാനുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും റെമഡിക്ക് വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് തൈരാണ്. 1 സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് അലർജി ഉള്ളത് കൊണ്ട് ഞാനിതൊന്ന് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചതാണ്, ഇതിൻ്റെ ആ തണുപ്പൊന്ന് ശകലം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തൈര് ഓയിലല്ലേ, അപ്പോൾ തൈരിനകത്ത് എണ്ണമയമില്ലേ, അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിൻകാർക്ക് ഉപയോഗിക്കാമോ എന്ന്. തൈര് എല്ലാ തരത്തിലുള്ള സ്കിൻകാർക്കും ഉപയോഗിക്കാം. കാരണം തൈര് നമ്മുടെ മുഖത്തെ ഓയിലിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല ഈർപ്പമുള്ളതായിട്ട് നിലനിർത്താനും തൈരിനെ സഹായിക്കും. അതുകൊണ്ട് തൈര് എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ ആട്ടയാണ്. ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 1 സ്പൂൺ ആട്ടയാണ്. അപ്പം അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട്, ഇത് കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 സ്പൂൺ ഇടുന്നത്. 1 സ്പൂൺ ആട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 10 ഡ്രോപ്പ് നാരങ്ങാനീരാണ്. അപ്പം നാരങ്ങാനീര് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നാരങ്ങാനീര്. നാരങ്ങാനീരിന് ഒരു ബ്ലീച്ച് ഇഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാത്രമല്ല നാരങ്ങാനീരിന് നമ്മുടെ സ്കിന്നിന്റെ ഡാമേജുകളൊക്കെ മാറ്റിയിട്ട് പുതിയ സ്കിൻ സെൽസ് ഗ്രോ ചെയ്യാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ദൂഷ്യവശങ്ങളും നാരങ്ങയ്ക്കുണ്ട്. നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാനായിട്ടൊക്കെ നാരങ്ങ കാരണമാകും. അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നാരങ്ങയുടെ അളവ് നമ്മൾ ഉപയോഗിക്കണം. ഓയിലി സ്കിൻകാരാണെങ്കിൽ ഒരു 10 ഡ്രോപ്പൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 5 or 6 ഡ്രോപ്പ് നാരങ്ങാനീര് ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോ നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ കർപ്പൂരാണ്. ഇതാണ് കർപ്പൂരം. ഇത് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോ കർപ്പൂരം എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ ഇരിക്കും കർപ്പൂരം, കണ്ടാതെ ഇതുപോലെ ഒരു വട്ടത്തിൽ ടാബ്ലറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു പിഞ്ച് മതി. ഈ കർപ്പൂരം എന്ന് പറയുന്നത് നമ്മുടെ കുരുക്കൾ, ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ളവരുടെ മുഖത്ത് ഞാൻ പറഞ്ഞല്ലോ പോറിനകത്ത് അണുക്കൾ വളരണത് കൊണ്ടാണ് അത് കൂടുതൽ ഇൻഫെക്ഷൻ ആയിട്ട് പൊട്ടുകയും കൂടുതൽ കുരുക്കളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യണത്. അപ്പം അണുക്കളെ നശിപ്പിക്കാനുള്ള നല്ലൊരു കഴിവ് നമ്മുടെ കർപ്പൂരത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പിഞ്ച് കർപ്പൂരം കൂടെ ഇതിനകത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് പൊടിച്ച് ചേർക്കുക. പൊടിച്ച് ഇതിനെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. 1 സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം.
അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ മുടിയൊക്കെ ഒന്ന് പൊക്കിക്കിട്ടാം. ഇങ്ങനെ ഒരു ബാൻഡും കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് ആ മുടി വന്നിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണതിനും മുന്നേ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമുക്കിത് സ്യൂട്ട് ആകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം. ജസ്റ്റ് നമ്മുടെ കൈയുടെ ഇവിടെയോ അല്ലെങ്കിൽ കൈയുടെ ഇവിടെയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശകലം ഒന്ന് പരട്ടി നോക്കി ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അലർജിക്ക് റിയാക്ഷൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ച് നമ്മുടെ നെക്ക് മറന്നു പോകാതെ ചെയ്യുക. കാരണം നമുക്ക് പ്രായമാകുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മുടെ പ്രായം നമ്മളെ ബാധിക്കുന്നത് നെക്കും ഐസും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് നെക്കിലേക്കും ഐ പരട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ പരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരട്ടുന്ന സമയത്ത് നമ്മൾ ചെവിയുടെ പുറക് അതുപോലെ കഴുത്തിൻ്റെ പുറകിലേക്കുമൊക്കെ നന്നായിട്ട് പരട്ടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് കഴുകി കളയാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം പലർക്കും പല രീതിയാണ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടും സ്കിന്ന് 5 ടൈപ്പാണ് സ്കിന്നെന്ന് പറയുന്നതെങ്കിലും ഒരുപാട് അതിൽ തന്നെ ഒരുപാട് രീതിയിൽ സ്കിന്നുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പലർക്കും അലർജി ഉണ്ട്. അപ്പം അതുകൊണ്ട് അലർജി ടെസ്റ്റ് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതൊക്കെ വാഷ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ അതേ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേ മുഖമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ചെറുതായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളയാം. അപ്പോൾ അതേ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ മുഖത്ത് തൊടാനായിട്ട് എന്ത് സാധനമാണോ ഉപയോഗിക്കുന്നത്, തോർത്താനോ തുടയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മുഖത്ത് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം മുഖം ഒന്ന് നന്നായിട്ട് തുടച്ചതിന് ശേഷം ആ നനവങ്ങ് മുഖത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കുക. കാരണം എങ്കിൽ മാത്രമേ ഉള്ളൂ ആ മുഖത്തിരിക്കുന്ന ആ നനവ് നമ്മുടെ മുഖത്ത് ദിവസം മുഴുവൻ നിൽക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഏത് ടൈപ്പ് സ്കിന്നുള്ളവരായാലും ഏത് പ്രായക്കാരായാലും ക്ലെൻസിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.